നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെൻറ്റ് കൺസൾട്ടൻറ്റ്. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമുക്ക് സാധാരണ ആളുകൾ റിട്ടയർമെൻറ്റ് ഫണ്ടുകൾ പ്ലാൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന പിഴവുകൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. പലരും ചെയ്യുന്ന ഒരു പ്രധാന പിഴവാണ് റിട്ടയർമെൻറ്റ് പദ്ധതി ആരംഭിക്കുന്നത് വളരെ വൈകി. സമയം കടന്നു പോയാൽ സമ്പാദ്യവും നിക്ഷേപവും കുറയും. എത്രയും വേഗത്തിൽ ആരംഭിക്കുന്നത് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കാനാകും. ഇത് കാലക്രമേണ നിങ്ങളുടെ സമ്പാദ്യത്തെ വൻതോതിൽ വർദ്ധിപ്പിക്കാം. വിരമിക്കുമ്പോഴുള്ള ചെലവുകൾ വിലയിരുത്താത്തതും ഒരു വലിയ പിഴവാണ്. മൂല്യവർദ്ധനവും, അതായത് ഇൻഫ്ലേഷൻ, ആരോഗ്യ ചെലവുകൾ, അപ്രതീക്ഷിതമായ ചെലവുകൾ, ഇതൊന്നും കണക്കാക്കാത്തവരാണ് പലരും. നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ജീവിത ചെലവുകൾ യഥാർത്ഥബോധം, നല്ല ലൈഫ് സ്റ്റൈൽ കൈവരിക്കാനുള്ള ഫണ്ടുകൾ ഉറപ്പാക്കേണ്ടതിന് അനിവാര്യമാണ്. ഇന്നുള്ള തുകയല്ല നമ്മൾ അടുത്ത ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്നത്. ഇന്ന് നമ്മൾ ഒരു സാധനം വാങ്ങാൻ കൊടുക്കുന്ന എമൗണ്ട് അല്ല അടുത്ത ഒരു 10 വർഷം കഴിയുമ്പോൾ നമുക്ക് വേണ്ടി വരിക. ഈ ഒരു കണക്കുകൂട്ടൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതാണ് നമുക്ക് റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നിങ്ങളുടെ എംപ്ലോയർ നൽകുന്ന റിട്ടയർമെൻറ്റ് പദ്ധതികൾ മാത്രം ആശ്രയിക്കുന്നത് മറ്റൊരു പിഴവാണ്. പല ആളുകളും പല കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ്. അവർ അവിടെ ഒരു പെൻഷൻ പദ്ധതികളൊക്കെ ഉണ്ടാകും. അതിൽ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ് പലരും. കമ്പനിയിൽ പെൻഷൻ കിട്ടും എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ പദ്ധതികൾ നിങ്ങളുടെ എല്ലാ റിട്ടയർമെൻറ്റ് ആവശ്യങ്ങൾക്കും പര്യാപ്തമാകില്ല. വ്യക്തിഗത സമ്പാദ്യങ്ങൾ, ഇൻഷുറൻസ് പ്ലാനുകൾ, മറ്റ് നിക്ഷേപ ഓപ്ഷനുകൾ എന്നിവയിലൂടെ നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പോർട്ട്ഫോളിയോ വൈവിധ്യമാക്കേണ്ടത് അനിവാര്യമാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് നല്ലൊരു ഫണ്ട് രൂപീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ നിങ്ങളുടെ സമ്പാദ്യ ശേഷി കാലക്രമേണ കുറയ്ക്കും എന്ന് ഞാൻ പറഞ്ഞു. പലരും റിട്ടയർമെൻറ്റ് പദ്ധതിയിൽ മൂല്യവർദ്ധനത്തെ കണക്കാക്കാറില്ല. നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഉള്ള മൂല്യം വർദ്ധിക്കാനായിട്ട്, സമ്പാദ്യം വളരാനായിട്ട് മൂല്യവർദ്ധന നിരക്കിനേക്കാൾ ഉയർന്ന വരുമാനം നൽകുന്ന നിക്ഷേപ ഓപ്ഷനുകളൊക്കെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരേ തരത്തിലുള്ള ആസ്തികളിൽ മാത്രം എല്ലാ നിക്ഷേപങ്ങളും നടത്തുന്നത് അപകടകരമാണ്. പലരോടും റിട്ടയർമെൻറ്റ് ലൈഫിനെ കുറിച്ച് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫിന് പ്ലാൻ ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ പറയാറുണ്ട്, ഞാൻ മ്യൂച്വൽ ഫണ്ടിൽ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ. എല്ലാം കൂടെ ഒരിടത്ത് മാത്രം നിക്ഷേപിക്കുന്നത് അത് നമുക്ക് പിന്നീട് അപകടമുണ്ടാക്കുന്നതായിരുന്നു. വൈവിധ്യമാർന്ന വിവിധ ആസ്തികളിൽ നിക്ഷേപിക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഫണ്ട് റേസിംഗ് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു നിക്ഷേപത്തിൽ മോശമായ പ്രകടനം വന്നു കഴിഞ്ഞാൽ പോലും മറ്റുള്ള നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് അതിൻ്റെ പ്രതികൂല ഫലങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. നന്നായി വൈവിധ്യമാർന്ന പോർട്ട്ഫോളിയോ റിസ്ക്കും വരുമാനവും തമ്മിൽ വളരെ സമത്വം നൽകുന്നുണ്ട്. റിട്ടയർമെൻറ്റ് ലൈഫ് സ്വസ്ഥമാക്കാനായിട്ടും നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കാനായിട്ടും നമുക്കുള്ള ഫണ്ട് രൂപീകരിക്കുന്നുണ്ട്. നമ്മൾ വിവിധമായ കാര്യങ്ങളിൽ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ റിട്ടയർമെൻറ്റ് പദ്ധതിയെ നിശ്ചിത ഇടവേളകളിൽ നമ്മൾ പരിശോധിക്കുകയും ചിട്ടപ്പെടുത്താനും അതിന് വേണ്ട പാകപ്പിഴകൾ മാറ്റി അതിന് വേണ്ട രീതിയിൽ അതിനെ അപ്ഡേറ്റ് ചെയ്യാനും ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ചിലയിടത്ത് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെ തിരിഞ്ഞു നോക്കാറില്ല, കാരണം അത് അവിടെ അങ്ങനെ വളർന്നോളും എന്ന് വിചാരിച്ച്. പക്ഷെ അവിടെ ഉണ്ടാകുന്ന ഏറ്റക്കുറിച്ചിലുകളോ അതിലെന്തെങ്കിലും കാലക്രമേണ വരുന്ന മാറ്റങ്ങളോ ഇതൊന്നും ആരും ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. ഇത് പിന്നീട് നമ്മുടെ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ട ഫണ്ടിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച്, സാമ്പത്തിക വിപണികൾക്കനുസരിച്ച് വ്യക്തിഗത ലക്ഷ്യങ്ങൾ കാലക്രമേണ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ ചിട്ടപ്പെടുത്തി അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിനെയൊക്കെ പരിശോധിച്ച് വേണ്ട മാറ്റങ്ങൾ വരുത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലക്ഷ്യങ്ങൾ സാധിക്കാനായി നിങ്ങളുടെ പദ്ധതിയെ സമയാസമയത്ത് പരിശോധിക്കുകയും ആവശ്യമായ മാറ്റങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നാം ചർച്ച ചെയ്ത സാധാരണ പിഴവുകൾ, നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫിലൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നടത്താറുള്ള പിഴവുകളൊക്കെ നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുരക്ഷിതമായ റിട്ടയർമെൻറ്റിന് ശ്രദ്ധയോടെ പദ്ധതികൾ തയ്യാറാക്കേണ്ടതിൻ്റെ ആവശ്യം, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുക. പ്രൊഫഷണൽ ഉപദേശത്തിനായി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനും ഞങ്ങളുടെ റിട്ടയർമെൻറ്റ് പദ്ധതികൾ നിശ്ചിത ഇടവേളകളിൽ നിങ്ങൾക്ക് പരിശോധിച്ച് വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി തരാനും നിങ്ങൾക്ക് കഴിയും. അടുത്ത എപ്പിസോഡിൽ കാണും വരെ ബി ഹാപ്പി ഓൾവേസ്. ബൈ.